30,000 ഏക്കർ കോൾലാൻഡ്. സുല്ലേട്ടനറിയാം, ഞങ്ങളൊക്കെ താമസിക്കുന്ന പ്രദേശം സീ ലെവലിന് താഴെയാണ്. 1.5 മീറ്റർ സീ ലെവലിന് താഴെയാണ് തൃശ്ശൂരിലെ കോൾലാൻഡുകൾ. 30,000 ഏക്കർ. അപ്പോൾ ഈ 30,000 ഏക്കറിൽ ഞങ്ങൾ നെൽകൃഷിയാണ് ചെയ്യുന്നത്. ഈ 30,000 ഏക്കറിൽ നെൽകൃഷി ചെയ്യുന്നതിൽ ഒരു വൈക്കോൽ തരി പോലും ഞങ്ങൾ വേസ്റ്റാക്കുന്നില്ല. എല്ലാം ഞങ്ങൾ കെട്ടുകയാണ്. മിൽമ കെട്ടുന്നുണ്ട്, സഹകരണ സ്ഥാപനങ്ങൾ കെട്ടുന്നുണ്ട്. എല്ലാം ഞങ്ങൾ ഒരു വർഷത്തേക്ക് ഞങ്ങൾ സ്റ്റോർ ചെയ്യാണ്. അവരത് പഠിക്കേണ്ടത് ഇവിടെയാണ്. നമുക്ക് കന്നുകാലികൾ കുറവാണ്, പക്ഷേ എങ്കിൽ കൂടിയും നമ്മൾ വളരെ ശാസ്ത്രീയമായാണ് ചെയ്യുന്നത്. അത് അതിനകത്ത് മിൽമയുടെ ഒരു പങ്കാളിത്തമുണ്ട്. അത് ഇവർ പഠിക്കട്ടെ. തൃശ്ശൂരിലെ കോൾലാൻഡിനെ കുറിച്ച് ഇവർ പഠിക്കട്ടെ വന്നിട്ട്. ശാസ്ത്രീയമായൊരു പഠനം. അത് പക്ഷേ പഞ്ചാബിൽ കോൺഗ്രസ് ഭരിക്കുമ്പോഴും ആം ആദ്മി പാർട്ടി ഭരിക്കുമ്പോഴും ആര് ഭരിക്കുമ്പോഴും പഞ്ചാബിലാണെങ്കിലും ഹരിയാനയിലാണെങ്കിലും ഇതേ അവസ്ഥയാണ്. കാരണം ഈ സമയത്ത് ഈ വൈക്കോൽ കത്തിക്കുക എന്ന് പറയുന്നത് അതൊരു ഒരു കാരണം മാത്രമേ ആവുന്നുള്ളൂ. പ്രധാന പ്രശ്നം ഈ സിവിക് സെൻസിൻ്റെ ഒരു പ്രശ്നമുണ്ട്. ഇതിനകത്ത് ഇപ്പോൾ കേരളത്തിൽ പ്രകൃതി രമണീയമാണ് കേരളം, സസ്യശ്യാമളമാണ് കേരളം. പമ്പാ നദിയുടെ അവസ്ഥ എന്താ? പമ്പാ നദി അടക്കം കേരളത്തിലെ പല നദികളും പമ്പയിൽ കുഴപ്പമൊന്നുമില്ല. ഇപ്പോഴല്ല, പമ്പയിൽ മലിനീകരണമുണ്ട്. കേരളത്തിലെ നദികളിലെല്ലാം പല നദികളിലും ചാലക്കുടി പുഴ അടക്കമുള്ള നദികളിൽ മലിനീകരണമുണ്ട്. ഞാനതുകൊണ്ട് അതിനെ ഒരു പൊളിറ്റിക്കൽ ഇതായിട്ട് പറയില്ല. അതായത് പോസിറ്റീവായിട്ടുള്ള കാര്യം അനിലക്കര പറഞ്ഞത് നമുക്കൊരു പൗരം പഠിക്കേണ്ട കാര്യങ്ങളാണ്. ഇതെല്ലാം പൊതുവെയുള്ള കാര്യങ്ങളാണ്. ഈ രാജ്യത്ത് ഇപ്പോൾ ഗുജറാത്തിൽ നടക്കുന്ന വികസനമുണ്ട്. അത് നമ്മൾ ഗുജറാത്തിൽ പോയി പഠിക്കണം. അതിനെ തടയരുത്. അത് തടയുന്നത് രാഷ്ട്രീയമാണ്. അതിനെപ്പറ്റി പറയാനേ പാടില്ല. അതിന് രാഷ്ട്രീയ അതൊരു മറ്റു രാഷ്ട്രീയ വിവാദത്തിലേക്ക് കടക്കും എന്നുള്ളത് കൊണ്ട് നമ്മൾ ഇടവേളയ്ക്ക് പോകുന്നില്ല. അതിനു മുമ്പ് ഈ മണിക്കൂറിലെ പ്രധാനപ്പെട്ട സംഭവ വികാസങ്ങളിലേക്ക് ഒന്ന് പോയി വരേണ്ടതുണ്ട്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, സമയം 8 മണിയായിരിക്കുന്നു. ഈ മണിക്കൂറിലെ പ്രധാന സംഭവ വികാസങ്ങൾ നമുക്ക് ഒരിക്കൽ കൂടി നോക്കി വരാം. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ചൂട് കാപ്പിയും ചൂട് വാർത്തയും വാർത്താ വിശേഷങ്ങളുമായി. കാപ്പി കുടിച്ച് ചായ കുടിച്ചായിരുന്നല്ലോ. രാവിലെ എങ്ങനെ കട്ടറാണോ ശൈലി ഗോപൻ? ഞാൻ രാവിലെ ഏറ്റവും അതിരാവിലെ ഈ മിൽമയുടെ നല്ല വെണ്ണ കിട്ടും. കേരള സർക്കാരിന്റെ മിൽമയുടെ അത് എനിക്ക് വിരോധമില്ല. അത് ഗുജറാത്തിലെ അമൂലിൻ്റെയും കിട്ടും നല്ലത്. എന്തായാലും അതൊരു ചെറിയ പീസ് ഉണ്ട്. ആ പീസ് ഇട്ടിട്ട് ചായ, അതായത് നെയ്യൊഴിച്ച കട്ടൻ ചായ. നെയ്യെന്നാണ് വെണ്ണ. അത് സ്കിന്നിന് നല്ലതാണെന്ന് കേട്ടിട്ടുണ്ട്. നല്ലതാണ്. എങ്ങനെയാണ് അടാട്ടെന്നായിപ്പോയി ഇപ്പൊ അനിലിന്റെ പേര് പറഞ്ഞു അടാട്ടെന്നായിപ്പോയി. അനിൽ ശരിക്കും അടാട്ടിന്റെ ഒരു പര്യായമാണ് യഥാർത്ഥത്തിൽ. ഞാൻ 5 മണിക്ക് എണീക്കുമ്പോൾ അമ്മയാണ് ഒപ്പം എനിക്ക് 5 മണിക്ക് ഒരു ചെറിയ ഒരു പകുതി ചായ തരും. പാലൊഴിച്ച ചായ മായ എൻ്റെ വീട്ടിലെ ചായയാണ്. അത് കഴിഞ്ഞ് ഞാനൊരു തൊഴുത്ത് വൃത്തിയാക്കി ഒരു 3 പശുവും കുട്ടികളാണ്. അത് ഞാൻ ആദ്യം കഴുകും വൃത്തിയാക്കിയിട്ട്. പിന്നെ എൻ്റെ ഭാര്യ അവിടെ KSCBയിൽ ജീവനക്കാരിയാണ്. ഞങ്ങൾ 2 പേരും കൂടി 3 പശുക്കളെ കറക്കും. ഒരു 30 ലിറ്റർ പാലുണ്ടാവും. 15 ലിറ്റർ പാൽ സൊസൈറ്റി കൊടുക്കും. 5 ലിറ്റർ പാൽ അവിടെ ആളുകൾ വന്ന് വാങ്ങും. അപ്പോൾ അതിൽ 2 പശുവിനെ കൊടുത്തു ഈ തെരഞ്ഞെടുപ്പ് കാരണം. അതൊരു ചെറിയ നഷ്ടമായിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിനുശേഷം നമ്മൾ ചായ കുടിക്കും. പിന്നെ പുല്ല് വെട്ടും കഴിഞ്ഞ് 7 മണിയോട് കൂടിയിട്ട് നമ്മൾ നമ്മുടെ പരിപാടിയായിട്ട് ഇറങ്ങും. അതിൽ വെള്ളം ചേർക്കാത്ത പാല് അനിൽ കൊടുക്കണം. ഞാൻ മേടിച്ചാനെ. കാരണം നമുക്ക് കുറച്ച് പാല് അനിലിന്റെ വീട്ടിൽ കൊടുക്കുന്ന പാലിനകത്ത് വെള്ളം ഉണ്ടെന്നാണ് ഗോപാലൻ. എൻ്റെ വീട്ടിലെ പശുവിൻ്റെ പാലിന് ലിറ്ററിന് 75 രൂപയാണ്. പിന്നെ ആ ഒരു മാസം 30,000 രൂപ എൻ്റെ അമ്മയാണ് വാങ്ങുക. എൻ്റെ വീട്ടിൽ പിന്നെ ഇറച്ചി മേടിക്കാൻ, മീൻ മേടിക്കാൻ, വെളിച്ചെണ്ണ ഞാൻ ഉണ്ടാക്കുന്നുണ്ട്, അരി ഞാൻ ഉണ്ടാക്കുന്നുണ്ട്. എല്ലാം സുഭിക്ഷമാണ്, പര്യാപ്തമാണ് ചുരുക്കത്തിൽ. അല്ല, ഇതിനകത്ത് ഏറ്റവും ആരും ശ്രദ്ധിക്കേണ്ട കാര്യം, രാഷ്ട്രീയ ബോധം ശ്രദ്ധിക്കേണ്ട കാര്യം, ഭാര്യമാർ, അമ്മ തുടങ്ങിയ ആളുകൾ, അവർ അമ്മമാരുണ്ടാവുമല്ലോ, ഭാര്യമാരുണ്ടാവും രാഷ്ട്രീയ ബോധം. അപ്പോൾ എൻ്റെ ഭാര്യയും എൻ്റെ അമ്മയും അവർ സേഫായിട്ട് ഇരിക്കണമെങ്കിൽ ആ കുടുംബ ചെലവിനുള്ള ബഡ്ജറ്റ് തുക 1-ാം തീയതി അവരെ കയ്യിലെത്തണം. പിന്നെ നമ്മൾ സേഫാണ്. അതല്ലെങ്കിൽ നമുക്ക് ടെൻഷനായി. നിങ്ങൾ എവിടെ പോയിട്ടാണ് വരണേ, നിങ്ങൾക്ക് എന്താ പരിപാടി എന്നൊക്കെ ചോദിക്കും. അപ്പോൾ ഇവർ 30,000 രൂപ കുടുംബ ചെലവിന് കിട്ടിയ ഈ പ്രശ്നം കഴിഞ്ഞു. അതാണ് നമ്മുടെ ലക്ഷ്യം. ഇപ്പം ഞങ്ങൾ 3 പേരുണ്ടല്ലോ. ഞാൻ മനസ്സിലാക്കുന്നത് സുനിലിൻ്റെ വൈഫും പണ്ട് എനിക്കറിയാം, ഞങ്ങൾ കോടതിയിലുണ്ടായിരുന്നതാണ്. ഞങ്ങളുടെ 3 പേരുടെയും ഭാര്യമാർ സ്വയം പര്യാപ്തമായിട്ട് അവരവരുടെ വിദ്യാഭ്യാസം കൊണ്ട്, അവരവരുടെ സ്വഭാവം കൊണ്ട് അവരവരുടെ മേഖലയിൽ, ഇപ്പം എൻ്റെ വൈഫ് ഡോക്ടറാണ്, കണ്ണ് ഡോക്ടറാണ്. എൻ്റെ മക്കളും 2 പേരും ഡോക്ടേഴ്സാണ്. അവരുടെ ഏണിങ്സ് രാവിലെ പോകുന്നു, അവരധ്വാനിക്കുന്നു, വരുന്നു. നമ്മൾ അവരുടെ അധ്വാനത്തിൽ കാത്തിരിക്കുന്നില്ല. നമ്മളും അധ്വാനിക്കുന്നു, നമ്മളും കോടതി വർക്ക് ചെയ്യുന്നു. എനിക്ക് തോന്നുന്നു ഇവരും 3 പേരും എനിക്കൊന്ന് ഫുൾ ടൈം പൊളിറ്റിക്സ് ഒരു പക്ഷേ സുനിലിനായിരിക്കാൻ തോന്നുന്നു. സുനിലിന് വേറെ ഏതെങ്കിലും ബിസിനസ് ഉണ്ടോന്ന് എനിക്കറിയില്ല. ഞാൻ നമ്മള് ഇപ്പം പറഞ്ഞു ഞാൻ 5 മണിക്കുന്ന എനിക്ക് ആളല്ല. ഞാനൊരു 6-6:30 മണിയുമ്പോൾ എണീക്കും. ചിലപ്പോൾ നേരത്തെ എണീക്കും. പശു ഇല്ലാത്തോണ്ടാണ്.
പശു ഉണ്ടെങ്കിൽ പശു ഉണ്ടെങ്കിൽ 5 മണിക്കല്ല ചിലപ്പോൾ 4 മണിക്ക് എണീക്കേണ്ടത്. പശുവിനെ കുറിച്ച് നിങ്ങൾക്ക് പശു വേണം, നമ്മൾ എന്തെങ്കിലും പറഞ്ഞ ഉടനെ പശുവിനെ എതിർക്കാം. യേശു ക്രിസ്തു എവിടെയാ ജനിച്ചേ? യേശു ക്രിസ്തു എവിടെയാ ജനിച്ചേ? ഇവരെന്താ ഹോൾസെയിൽ പറയണേ? കാലിത്തൊഴുത്തിൽ ജനിച്ച യേശു ക്രിസ്തു BJP ആണോ? അതെ, പക്ഷെ അതാണ് പ്രശ്നം. അതൊരു പ്രധാന ചോദ്യം കേട്ടോ. അല്ല, ഞാൻ അടുത്ത കാലത്ത് കേട്ട ഏറ്റവും വലിയ പഞ്ച് ഡയലോഗ് ഗോപാലകൃഷ്ണൻ, അല്ല അനിലക്കരയുടെ പഞ്ച് ഡയലോഗാ. യേശു ക്രിസ്തു ജനിച്ചത് കാലിത്തൊഴുത്തില്ല. യേശു ക്രിസ്തു BJP ആണോ? യേശു ക്രിസ്തു വെജിറ്റേറിയൻ ആണെന്നാണ് എന്നോട് ബിഷപ്പ് പറഞ്ഞത്. എനിക്ക് അതിനെ അത് എനിക്കറിയില്ല, അതെനിക്കറിയില്ല. ഞാൻ ഒരു മിനിറ്റ്